ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. നമ്മളൊന്ന് ചേന പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. ചേന, ഫ്രഷ് ചേന, ഓർഗാനിക് ചേനയാണ്, വീട്ടിലുണ്ടായതാണ്. നമ്മൾ കട്ട് ചെയ്ത് ഒരു 250 ഗ്രാം എടുക്കുന്നു കേട്ടോ. അതിന് നന്നായിട്ട് താഴ്ത്തി ഞാൻ ചെത്തിയിട്ടുണ്ട്. ചൊറിച്ചിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അല്പം വെളിച്ചെണ്ണ കയ്യിൽ വരട്ടി നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് നമ്മൾ വേവിക്കുകയാണ് കേട്ടോ. വേവാൻ വയ്ക്കുകയാണ്, വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മാഷ് ചെയ്ത് ഇതെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനൊപ്പം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ സാഗു നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചേന പായസത്തിൻ്റെ ഒപ്പം ചേർക്കാം. അതിനുവേണ്ടി ഒരു 350 ഗ്രാം ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്, അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒപ്പം നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒരു 3/4 മുറി, ഏകദേശം 150 ഗ്രാം തേങ്ങാപ്പാൽ തേങ്ങ ചെരുക്കി പാലെടുത്തിട്ടുണ്ട്. സാഗു വെന്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മണത്തിന് വേണ്ടി ചുക്ക്, ജീരകമൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. അല്പം മിളകായിട്ട് പൊടിച്ച് വെച്ചിട്ട് വെന്തുടഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് അല്പം സമയമെടുക്കും. എപ്പോഴും പഴകിയ ചേനയാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഞങ്ങളിത് ഫ്രഷ് ചേനയാണ്, ഇന്ന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പറിച്ചത് ഓർഗാനിക് ചേനയാണ് കേട്ടോ. നന്നായിട്ട് മാഷ് ചെയ്യുക. ഒപ്പം ഒരു ഞാലിപ്പൂവൻ നിങ്ങൾ അതിൻ്റെ ഒപ്പം ചേർക്കുക കേട്ടോ. എന്നിട്ട് മാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വരട്ടിയെടുക്കണം. അടിപൊളി പായസം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓണത്തിന് ഒത്തിരി ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായും നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. വീട്ടിലുണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണം. അതാ നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അതിനോടൊപ്പം ചേർക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. നന്നായിട്ട് വരട്ടിയെടുക്കണം. പായസത്തിന് ടേസ്റ്റ് ശരിക്കും വരട്ടുന്ന കാര്യത്തിൽ വലിയ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് വരട്ടിയെടുത്തു. ഒരു ചെറിയ ചെറിയ തരികൾ നമ്മളുണ്ട് കേട്ടോ. ഇത് മിക്സിയിലിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യല്ല ചെയ്തത്. ഇനി നമുക്ക് ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം അതിൽ സാഗു നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സാഗു പാകത്തിന് കുക്കാവണം കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ഓവർ കുക്കാവാതെ കിട്ടും. സാഗു ഇനി വേവില്ല കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കിയിട്ട് ആദ്യം തിന്നായിട്ടുള്ള പാല്, അതായത് 2ാം പാലാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് തിന്നാക്കി എടുത്തു കേട്ടോ. ഏകദേശം 2 കപ്പ് പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിന്നായിട്ടുണ്ട്. ഒന്നുകൂടി കുക്കാക്കണം. ഒന്ന് കുക്കായി പാലിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറി അതിന് ശേഷം 1ാം പാൽ ഉപയോഗിച്ചു. 1ാം പാൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അധികം തൊട്ട് ബോയിലാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണത് കേട്ടോ. അതിൽ മണത്തിനും ഗുണത്തിനും വേണ്ടി നമ്മൾ ചുക്ക് പൊടിച്ച് വെച്ചിരുന്ന് എടുത്തു കേട്ടോ. അതിൽ ഏലക്കായ ഉണ്ട്, ചുക്കുണ്ട്, ജീരകമുണ്ട്. തേങ്ങ കൊത്ത് ചെറുതായിട്ട് ഒരല്പം നെയ്യിൽ വറുത്തിടണം കേട്ടോ. നല്ല മണമാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലത്തെ ഐറ്റം നമ്മുടെ ചാനലുണ്ട്. താങ്ക് യു.